ഇന്ത്യ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ദിവസമാണ് ഈ വരുന്ന ജൂലൈ 22 എന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ സംയുക്ത സമ്മേളനമാണ് അന്നേ ദിവസം നടക്കാൻ പോകുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ ജൂലൈ മാസത്തിലെ പ്രസിഡൻസി വഹിക്കുന്നതോ നമ്മളുടെ പാകിസ്ഥാനും. UN സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാൻ പ്രസിഡൻസി വഹിക്കുന്നത് കൊണ്ട് പാകിസ്ഥാന് പല അജണ്ടകളും അതിന് പിന്നിലുണ്ടാകും. അത് ഉറപ്പാണ്. പാകിസ്ഥാന്റെ കാശ്മീർ അജണ്ട പാകിസ്ഥാൻ ഇത്തവണ പ്രത്യക്ഷത്തിൽ കൊണ്ടുവരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ കൊണ്ടുവന്നാൽ ആ പ്രമേയം വീറ്റോ അധികാരമുള്ള രാജ്യങ്ങൾ ഏതെങ്കിലും അംഗീകരിച്ചില്ലെങ്കിൽ പാകിസ്ഥാന്റെ കാശ്മീർ അജണ്ട തിരിച്ച് പെട്ടിയിൽ കയറുകയും ചെയ്യും. പാകിസ്ഥാന് UN സെക്യൂരിറ്റി കൗൺസിൽ എന്നത് പാകിസ്ഥാന്റെ കാശ്മീർ ചീട്ട് ഇറക്കാനെങ്കിൽ ഇന്ത്യക്കിത് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തോടുള്ള ചുട്ട മറുപടിയായിരിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓരോ രാജ്യത്തോടും ഭീകരവാദത്തിന്റെ പാകിസ്ഥാൻ മുഖം ഇന്ത്യ വലിച്ചു കീറിയതുമാണ്. അതിനായി ഇന്ത്യ ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ, G7 ഉച്ചകോടി അടക്കമുള്ള അന്തർദേശീയ വേദികളിൽ ഭീകരവാദത്തെ ഇന്ത്യ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലെ സംയുക്ത യോഗം പാകിസ്ഥാന്റെ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികളെ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് കിട്ടിയ അവസരമാണിത്. പാകിസ്ഥാൻ കാശ്മീർ വിഷയം നേരിട്ട് പറഞ്ഞില്ലെങ്കിലും കാശ്മീർ അജണ്ടക്ക് പാകിസ്ഥാൻ മറ്റൊരു പരിപാടി ഒപ്പിക്കുന്നുമുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിന്റെ പ്രസിഡൻസി വഹിക്കുന്ന പാകിസ്ഥാൻ UN-ഉം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും തമ്മിൽ കൂടുതൽ സഹകരണം കൊണ്ടുവരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. 57 മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ ഉള്ളത്. പാകിസ്ഥാന്റെ കാശ്മീർ അജണ്ടക്ക് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ കാലവും പിന്തുണച്ചിരുന്നു. അതുകൊണ്ടാണ് UN-നെയും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അങ്ങ് കാശ്മീർ അജണ്ടക്ക് കൂടുതൽ പിന്തുണ കിട്ടുമെന്ന് പാകിസ്ഥാൻ കരുതുന്നുണ്ടാകും. മുസ്ലിം ഭൂരിപക്ഷമുള്ള 57 രാജ്യങ്ങളെ കൊണ്ടുവന്നിട്ട് പാകിസ്ഥാന്റെ കാശ്മീർ ചീട്ട് അങ്ങ് മാറ്റിവെക്കാൻ പറയേണ്ടി വരും. കാരണം UN സെക്യൂരിറ്റി കൗൺസിൽ എന്നത് വീറ്റോ അധികാരമുള്ള അമേരിക്ക, ബ്രിട്ടൻ, ചൈന, റഷ്യ, ഫ്രാൻസ് അടക്കമുള്ള 5 സ്ഥിര അംഗങ്ങൾക്കാണ് കൂടുതൽ പ്രാതിനിധ്യം. അതുകൊണ്ട് പാകിസ്ഥാൻ കൊണ്ടുവരുന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിലെ 57 രാജ്യങ്ങൾ കട്ടക്ക് പാകിസ്ഥാന്റെ കാശ്മീർ വിഷയം പിന്തുണച്ചാലും വീറ്റോ അധികാരമുള്ള ഏതെങ്കിലും ഒരു സ്ഥിര അംഗങ്ങളിൽ ഒരാൾ പോലും ആ പ്രമേയം വീറ്റോ ചെയ്താൽ പോലും ആ പ്രമേയം പാസ്സാവില്ല. അതിനുള്ള കാരണമെന്നത് ഇന്ത്യക്ക് വീറ്റോ അധികാരമുള്ള US, ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ അടക്കം രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടെന്നുള്ളതാണ്. US-ഉം ചൈനയും പാകിസ്ഥാനെ പിന്തുണച്ചാൽ പോലും അപ്പുറത്ത് ഫ്രാൻസും ബ്രിട്ടനുമുണ്ട്. അവരിലൊരാൾ വീറ്റോ ചെയ്താൽ പാകിസ്ഥാന്റെ തലതൊട്ടപ്പൻ വന്നാൽ പോലും ആ പ്രമേയം പാസ്സാകില്ല. ഇനി സൗദി അറേബ്യ, ഖത്തർ, UAE അടക്കമുള്ള രാജ്യങ്ങളുമായി മികച്ച ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. പാകിസ്ഥാൻ കിട്ടാൻ പോകുന്ന മുട്ടൻ പണിയാണ് ഇനി പറയാൻ പോകുന്നത്. ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ US സ്പെഷ്യലി ഡെസിഗ്നേറ്റഡ് ഗ്ലോബൽ ടെററിസ്റ്റ് എന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ ചൈന ഭീകരവാദത്തിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ ഗ്ലോബൽ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന US-ന്റെ പ്രഖ്യാപനത്തിനെ തുടർന്ന് പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷക് ദാർ പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നത് ഒരു ഇല്ലീഗൽ ഓർഗനൈസേഷൻ അല്ല എന്നും ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിന് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധമില്ലെന്നും തെളിവ് വേണമെന്നൊക്കെയാണ് ഇഷക് ദാറിന്റെ വാദം. ഞാൻ പറയട്ടെ, പാകിസ്ഥാൻ തന്നെ പറയുന്നത് ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നത് ഇല്ലീഗൽ ഓർഗനൈസേഷൻ അല്ല എന്നതാണ്. അതിനർത്ഥം പാകിസ്ഥാൻ ദി റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ പിന്തുണക്കുന്നു എന്നല്ലേ? ഇനി ബാക്കിയുള്ള തെളിവിന്റെ കാര്യം ഇന്ത്യയുടെയും അമേരിക്കയുടെയും ഇന്റലിജൻസിന്റെ കയ്യിലുണ്ടെന്നേ. TRF ആണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെന്ന്. ഇത്രയും തന്നെ ധാരാളം പോരെ? പാകിസ്ഥാന്റെയും TRF പോലുള്ള ഭീകര സംഘടനകളുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം മനസ്സിലാക്കാൻ. ജൂലൈ 22-ന് നടക്കാൻ പോകുന്ന UN സെക്യൂരിറ്റി കൗൺസിലിൽ TRF-നെ ഗ്ലോബൽ ടെററിസ്റ്റ് ഓർഗനൈസേഷനായുള്ള US-ന്റെ പ്രഖ്യാപനം പാകിസ്ഥാന്റെ കാശ്മീർ അജണ്ടക്കും പാകിസ്ഥാനും കനത്ത അടിയായിരിക്കും കിട്ടാൻ പോകുന്നത്. അടുത്ത വീഡിയോയുമായി വരാം.